നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ആദ്യം തന്നെ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് ഒരു പറ്റം ആളുകളുണ്ട്. തൃശ്ശൂർ തളിക്കുളത്തെ അക്ഷയ സെന്ററിലെ ആൾക്കാരും ജീവനക്കാരും ഫാമിലിയാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഇത് ഐറ്റം വേറെയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അടിക്കൈ. ഓക്കെ, കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജൻ ചേട്ടാ ആൻഡ് പ്രജോദ് ചേട്ടാ. നമസ്കാരം. നമസ്കാരം. എന്തെല്ലാം വിശേഷം? എനർജിയിലല്ലേ? ഫുൾ പൊളി. കിറ്റ് കണ്ട് ആസ്വദിക്കാനും ആഹ്ലാദിക്കാനും തയ്യാറാണോ? റെഡിയാണ്. ആദ്യത്തെ സ്കിറ്റ് വിളിക്കട്ടെ. കൊച്ചു പ്രതിവേട്ടം വരുന്നുണ്ട്, മനു കുമ്പാരി വരുന്നുണ്ട്, പ്രസാദ് വരുന്നുണ്ട്. ലെറ്റ്സ് വെൽക്കം. ഓങ്കാരം ശംഖിൽ ചേരുമ്പോൾ ഈറൻ മാറുന്ന വെൺമലരേ ഓരോരോ നാളും. എന്റെ പൊന്നോ, വീട്ടിലൂണ് നടത്തിക്കൊണ്ടിരുന്ന ഞാനും എന്റെ ഭാര്യയും കൂടെ തുടങ്ങിയ പുതിയ സംരംഭമാണ് വീട്ടിലൊരു ജിമ്മ്. ഈ സാധനങ്ങളെല്ലാം അങ്ങോട്ടെടുത്ത് മാറ്റിവെച്ച് ഇങ്ങോട്ടെടുത്ത് മാറ്റിവെച്ച് നിപ്പിള് പോലിരുന്ന ഞാനിപ്പോ ആപ്പിള് പോലായി. അയ്യോ, മടിയുടെ മലയോരത്ത് ധ്യാനിച്ചിരിക്കുന്ന സന്യാസി ചുമ്മാതിരിപ്പിന്റെ അഭ്യാസി ചോരത്തിളപ്പുള്ള. അല്ല സംഭവേ, ഞങ്ങൾ ജിമ്മ് ഇപ്പൊ തുടങ്ങിയതേ ഉള്ളു. പിരിവിനും കാര്യത്തിനും വന്നാണെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. പിരിവിന് വന്നതല്ല, പിന്നെ അടിക്കാൻ വന്നതാ. അടിക്കാൻ വന്നതാണ്. ബാർ ഇവിടെ അല്ല, തൊട്ടപ്പുറത്ത് അങ്ങോട്ട് പോകും. വാടിയല്ല, പിന്നെ ഈ സിമ്പിൾ അടി. കാതികനാ? അതല്ല, മറ്റേ അയ്യോ, അത് ഡമ്പല്. എന്റെ ചോറ്റു പാത്രമൊക്കെ ആയിട്ട് വന്നേക്കുന്നത്. സംഭവം ഏതായാലും നമ്മളിവിടെ വന്നേ കടികട്ടി പണികളൊക്കെ അല്ലേ ചെയ്യണ്ടേ, ഇതൊക്കെ എടുത്ത് പൊക്കണ്ടേ. അതുകൊണ്ട് അമ്മച്ചി 10 മണിക്ക് കുടിക്കാൻ വേണ്ടി പഴങ്കഞ്ഞി ഒന്ന് ഇട്ടതാ. യഥാർത്ഥത്തിൽ നിങ്ങൾ ജിമ്മിന് വന്നതാണ്, അത് പാടത്ത് പണിക്ക് വന്നതാണ്? അല്ല, ഇവിടെ വന്നതല്ലേ. ഇവിടെ വന്നതാണല്ലോ. ഇവിടെ വരാൻ നിർത്തി ഇതൊന്നും അല്ല കഴിക്കേണ്ടത്. ഇവിടെ വരുന്നവർ കഴിക്കേണ്ട ആഹാരം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ പൗഡർ. മനസ്സിലായില്ല? മനസ്സിലായില്ല? ഇതായിരിക്കുന്ന സംഭവം. എന്നാ പിന്നെ എനിക്ക് 2 ചാക്ക് വേണം. വീട്ടിൽ കൊണ്ട പുട്ടുണ്ടാക്കി തിന്നാനാണ്. പ്രോട്ടീൻ പൗഡർ നമ്മൾ കഴിക്കേണ്ട അങ്ങനെയല്ല. ഈ കഴിഞ്ഞ ദിവസം എന്റെ പെങ്ങടെ മോൻ ഇവിടെ വന്നു. ചെറുക്കൻ എന്തെന്നറിയാവോ, ഒറ്റ ഇരിപ്പിനിരുന്ന് ഈ പ്രോട്ടീൻ പൗഡർ മൊത്തം അങ്ങ് തിന്നു തീർത്ത്. എന്നിട്ട് വീട് പൊളിച്ചാ പിന്നെ അവനെ പുറത്തിറക്കി. അതുകൊണ്ട് നമ്മൾ പതുക്കെ പതുക്കെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അത് ശരി. കല്യാണത്തിന് വല്ലതും പോണ്ട? ഇല്ല. പിന്നെന്താ ഈ കോസ്റ്റ്യൂമിൽ വന്നിരിക്കുന്നത്? അല്ല, നല്ലൊരു കാര്യത്തിന് വരെയല്ലേ ഞാൻ അമ്പലത്തിൽ പോയി ഭഗവാന്റെ അനുഗ്രഹങ്ങളെല്ലാം മേടിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. നല്ലൊരു കാര്യത്തിന് വന്നാൽ എന്തായാലും ജിമ്മിന് വരാൻ നേരത്ത് നമ്മുടേതായിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ഉണ്ട്. ഈ തുണി ഇവിടെ ഉടുക്കാൻ പറ്റത്തില്ല. അപ്പൊ തുണി ഉടുക്കാതെ പറയാൻ? തുണി ഉടുക്കണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു? ഞാൻ ഇട്ടിരിക്കുന്ന ഈ കോസ്റ്റ്യൂം ഇതുപോലുള്ള സാധനങ്ങൾ വേണം ഇവിടെ ഇടാനായിട്ട്. ഈ നിക്കറൂട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ ഇട്ടാ മതിയല്ല? ഇതുപോലത്തെ സാധനങ്ങൾ ഇടണം. മതി. പറയണ്ടേ നേരത്തെ? എല്ലാം ഇട്ടോ ഒരുക്കിക്കൊണ്ടൊക്കെ വന്നതായിരുന്നല്ലേ? അമ്മ എല്ലാം ഒരുക്കി വിട്ട ആണല്ലേ? കൊള്ളാം. വള്ളം കളിക്ക് തൊഴിയുന്ന കോസ്റ്റ്യൂം. എന്തോ ഇത്? റേഷൻ കട പോണണ്ട? എന്തോന്നു ഇതെന്ത് നിക്കറാന്ന്? ഇതിൽ വരയുണ്ട്, അതിൽ വരയില്ല, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ എന്തായാലും ഈ ജിമ്മിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ വന്ന ഉടനെ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഒന്നും എടുത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണം. ആദ്യം നമ്മൾ ശ്വാസം മേളിലോട്ടങ്ങ് എടുക്കണം, എന്നിട്ട് പതുക്കെ അങ്ങ് വിടണം. വീട്ടിലെ കുഴപ്പമുണ്ടോ? വീട്ടിലെ കുഴപ്പമുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ സയന്റിഫിക് ആയിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ പൊക്കിൾ തടത്തി ചെറിയൊരു സസ്യം വളർത്തേണ്ടി വരും. എന്തോന്നു? തെങ്ങ്. പിന്നെ നീ ചത്തുപോകത്തില്ല, പിന്നെ തെങ്ങെടുത്ത് കുഴിച്ചു വെക്കേണ്ടി വരും. നമ്മളത് കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണം ചെയ്യാനാണല്ലേ. അല്ല, ഇപ്പൊ ഈ ജിമ്മിലോട്ട് വരണമെന്നുള്ള ഉദ്ദേശം എന്താണ്? ഉദ്ദേശം വേറെ ഒന്നുമില്ല. ജിമ്മി വന്ന് തടി കുറച്ചില്ലെങ്കിൽ മീനൂട്ടി കിട്ടൂലെന്ന് പറഞ്ഞു. ജിമ്മി വന്ന് തടി കുറച്ചാൽ മീൻ പുറത്ത് തരത്തില്ലെന്ന് ആരാടാ? മീനൂട്ടി എന്റെ അമ്മാവിന്റെ മോളെ കെട്ടിച്ച് തരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കേട്ടാനായിട്ടൊക്കെ ഇട്ട് വന്നതാണ്. കൊളസ്ട്രോൾ ഉണ്ടോ? ഉണ്ട്. കൈ കാണിച്ചേ. കൈ നോക്കി പറയൂ. കൈ നോക്കി പറയല്ലേ? എനിക്കും ഉണ്ട്. കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, എല്ലാം ഉണ്ട്. നിനക്കുള്ള ഒരു ആപ്പോപ്പ കൊളസ്ട്രോൾ അല്ലേ എനിക്ക്? മൂത്രം ഒഴിക്കുമ്പോ എണ്ണയാണ് പോണത്. അങ്ങനെയാണെങ്കിലേ എന്റെ കാറിന്റെ അവിടം വരെ ഒന്നും വല്ല. എന്തിന്? പമ്പ് വരെ എത്താനുള്ള എണ്ണ അതിനകത്തില്ല. ഒരു ലോറി നിറയെ എണ്ണ നിന്റെ വീട്ടിലേക്കാൻ ഞാൻ പോത്ത് കഴിക്കൂ. എത്ര എണ്ണ കഴിക്കുമെന്ന് അറിയാമോ? ഏട്ടാവളിയാ നീ ചത്തുപോകും. ഏട്ടാവളിയും ചത്ത എനിക്കെന്താ? എന്റെ അമ്മാവിന്റെ മോനൊന്നുമല്ല. അതല്ല പറഞ്ഞത്, നീ ചത്തുപോകും. അഥവാ നമ്മൾ പോത്തിറച്ചി കഴിച്ചെന്ന് വെച്ചു, കഴിച്ചു കഴിഞ്ഞാ പിറ്റേ ദിവസം തൊട്ട് രാവിലെ ഒരു 5 കിലോമീറ്റർ എങ്കിലും നമ്മൾ നടന്ന് കൊളസ്ട്രോൾ മൊത്തം അലിച്ചു കളയണം. ഇയാള് മണ്ടൻ തന്നെ. ഞാൻ എന്തിനു വരെ നടക്കണം? ആ പോത്തിന് 5 കിലോമീറ്റർ നടത്തി അതിന്റെ കൊളസ്ട്രോൾ കളഞ്ഞിട്ട് ആ ഇറച്ചി വെട്ടി കറി വെച്ച് തിന്നാ പോരെ? പറയുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ജിമ്മിൽ വരാൻ നേരത്ത് നമ്മൾ ഒരുപാട് ആഹാരക്രമങ്ങൾ ശ്രദ്ധിക്കണം. അതായത് മുളപ്പിച്ച ഈ പിന്നെ പയറുണ്ടല്ലോ, മുളപ്പിച്ച പയർ വേണം നമ്മൾ കഴിക്കാൻ. നടക്കൂല. അതെന്റെ തൊണ്ടയെ കുടുങ്ങിട്ട് വേണം പിറ്റേ ദിവസം ഇതുവഴിയൊക്കെ പയർ ചാടി. കർഷകശ്രീ അവാർഡ് വരെ കിട്ടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത്. ജിമ്മിൽ വന്ന സ്ഥിതിക്ക് രാവിലത്തെ ആഹാരക്രമങ്ങൾ എന്തൊക്കെയാണ്? എന്റെ ആഹാരം എന്ന് പറഞ്ഞാൽ രാവിലെ 30 ഇഡ്ഡലി വിത്ത് സാമ്പാർ. ഉച്ചക്ക് 2 പ്ലേറ്റ് ചോറ്, കറി കൊള്ളാമെങ്കിൽ 3 പ്ലേറ്റ്. രാത്രി ഇങ്ങനെ തുടർന്നങ്ങ് പോവും. വയറ് കുറക്കണമല്ലേ?
പരിചയമുള്ള JCB ഉള്ള ആരെങ്കിലും ഉണ്ടോ? എന്റെ മൂത്ത ചേട്ടന്റെ മോൻ അവൻ നല്ല JCB ഡ്രൈവറാ. എന്നാ അവനെ വിളിച്ചു കഴിഞ്ഞാൽ തന്റെ വയറ് കുറയും. JCB ഉണ്ടൊക്കെ എങ്ങനെയാ വയറ് കുറയ്ക്കണത്? ആദ്യം നിന്റെ അടുക്കള പൊളിക്കണം. അല്ലാതെ വയറ് കുറയുന്നത് എനിക്ക് ഒരു ഉറപ്പുമില്ല. അതല്ല, നമുക്ക് ഈ ഒറ്റയടിക്ക് തടി കുറയാൻ പറ്റിയ എന്തെങ്കിലും എടാ, ഒറ്റ അടി അടിച്ചു കഴിഞ്ഞാൽ നിന്റെ കഴുത്തിൽ ഇങ്ങനെ വണ്ണം കൂടത്തേ ഉള്ളൂ, നീര് വെക്കുന്നില്ല. ഷേപ്പോട്ട് നിൽക്കാൻ പറ്റിയൊരു അറുപ്പുമില്ലി കൊണ്ട് അർപ്പിച്ച് കളയടാ. അതായിരിക്കും നിനക്ക് ഏറ്റവും പറ്റിയ സാധനം. എടാ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ശ്രദ്ധിക്കണം. ഇന്ത്യയുടെ പുതിയ നിയമപ്രകാരം 10ൽ 4 പേർക്ക് പോഷകാഹാരത്തിന്റെ കുറവുണ്ട്. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. ആനാ? ഞാൻ 9ാം ക്ലാസ് വരെയല്ലേ പോയുള്ളൂ. 10ാം ക്ലാസ് വരെ പഠിച്ചവന്മാർക്കല്ലേ പേടിക്കാനുള്ളൂ. ഒരു നിമിഷം. മീനുട്ടി ഏറ്റവും ജിമ്മിലാ മോളെ. പണി തുടങ്ങി. ഫ്രണ്ടോ? ആ ഫ്രണ്ട് പറഞ്ഞു. ഫ്രണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് ബാക്കി ഇപ്പൊ ഭിത്തി ചെന്നിരിച്ചേ. 100 കിലോ വെയിറ്റ് എടുത്തോണ്ടിരിക്കുവാ. ഓക്കെ വെക്കാം കേട്ടോ. മീനൂട്ടി വേറൊരു കാര്യം, സത്യത്തിൽ യഥാർത്ഥ ട്രെയിനർ ഞാനല്ല, പിന്നെ? എന്റെ ഭാര്യയാണ്. അപ്പൊ താഴെ ഇവിടുത്തെ ജോലിക്കാരനാണ്. ജോലിക്കാരനല്ലെന്ന്. എന്റെ ഭാര്യയുടെ പേരെന്താണെന്നറിയോ? പായൽ. അപ്പൊ തന്റെ പേര് ഭൂപ്പലായിരിക്കും അല്ലേ? ഈ പായലും പൂപ്പലൊക്കെ ഭിത്തി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്നറിയോ? ഇങ്ങനെ ഒരയ്ക്കും. അതുപോലെ ഞാൻ ആ മോന്തയിട്ട് വരയ്ക്കും ഭിത്തി. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നോട് പറയരുത്. എന്റെ ഭാര്യ ഇങ്ങോട്ട് വന്നു കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം കിടുക്കായിട്ടൊക്കെ പഠിപ്പിച്ചു. ആണല്ലേ? അവള് നല്ല ഉഗ്ര ട്രെയിനറാണ്. ഞാൻ എന്താ ഇവിടെ കാണുന്നത്? എന്ത് പറ്റി ബേബി? എല്ലാം മലങ്കോലമാക്കി ഇട്ടിരിക്കുന്നു. മനുഷ്യന് നടക്കാനുള്ളതല്ലേ ഇരിക്കണേ. എന്നാ ഇത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്റെ ഭാര്യ പായല് ആഫ്രിക്കയില് വലിയ ട്രെയിനറായിരുന്നു. അപ്പൊ ഇവള് വെറും പായലല്ല, ആഫ്രിക്കൻ പായൽ. ഏതായി കുളവാഴ? ഇത് ഇവിടെ പുതിയതായിട്ട് ജിമ്മിന് പഠിക്കാൻ വന്ന ആളാണ്. അമ്മച്ചി, അമ്മച്ചിയാ? അക്കച്ചി, അക്കച്ചിയാ? മൈനി, സ്ത്രീയെ. എന്റെ കല്യാണം ഉടനെ ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങള് സ്നേഹിച്ച് കെട്ടുന്നതാണ്. പിന്നെ ആരെങ്കിലും വഴക്ക് കൂടി കേട്ടോ പെണ്ണുപിള്ളേ? യുവർ ഗുഡ് നൈം പ്ലേസ് വളവിൽ ചന്ദ്രൻ. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് തുടങ്ങാം. അങ്ങനെ തുടങ്ങാതെ യോഗക്രിയകൾ തുടങ്ങാം. ആദ്യം നമുക്ക് ഭക്ഷണക്രമങ്ങളുണ്ട്. രാവിലെ തന്നെ 10 മുട്ടയുടെ വെള്ള കഴിക്കണം. അപ്പൊ മഞ്ഞക്കരു എന്ത് ചെയ്യും? അതിങ്ങോട്ട് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുവരണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ഞക്കരു. എന്റെ പൊന്നു, മഞ്ഞക്കരു തിന്ന് നിന്ന ഇവളുടെ മുടി മൊത്തം മഞ്ഞ കളറിലായി പോയി. അല്ലാതെ കിളവിയെ കിട്ടിയെന്ന് നീ പറയല്ലേ? സത്യം പറഞ്ഞ കഴിഞ്ഞ ദിവസം ഇവളുടെ മഞ്ഞക്കരു ഞാൻ എടുത്തു എന്നെ ഡമ്പല്ല എറിഞ്ഞിട്ടത്. എന്റെ പേരെന്തോന്നും? പുരുഷൻ. പേരിലെങ്കിലും അങ്ങനെ കളിയാക്കണ്ട. ഇതാരാണെന്നറിയോ? നിനക്കറിഞ്ഞോ? പിന്നെ എനിക്ക് എങ്ങനെ അറിയാം? അതല്ല, ഈ വരുന്ന മിസ്റ്റർ കേരള ചാമ്പ്യൻഷിപ്പിൽ പോകാൻ വേണ്ടി ഞാൻ പരിശീലിപ്പിച്ചു വെച്ച എന്റെ ഊതിക്കാച്ചിയ പൊന്നാണിത്. ഇത് പൊന്നു, എന്റെ പൊന്നു ഇപ്പൊ കുറച്ച് സാധനങ്ങൾ കാണിക്കും. അതല്ല, ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഷോൾഡർ, ചെസ്റ്റ്, എങ്ങനുണ്ട്? ഇത് ഊതിക്കാച്ചിയതാണോ ഊതാതെ കാച്ചിയതാണോ? വരണമല്ല ഇവന്റെ വയറിൽ കൂടെ മാത്രം. എന്താ ഇത്? ഇവനെ ലണ്ടനിലല്ല അയക്കേണ്ടത്, ഇവനങ്ങ് തൃശ്ശൂർ അയക്കണം. മറ്റേ പുലിക്കളിക്ക്. അതാണ് നിനക്ക് ചേർന്നത്. ഞാൻ പുലിക്കളി കളിക്കാറില്ലേ? എന്റെ പൊന്നു ദൈവമേ, ഒരു മാവേലി ചെയ്തിട്ട് അതിന്റെ ചീത്തപ്പേര് മൊത്തം ഞാൻ കേട്ടു. പുലികളി കൂടെ കളിക്കാനായിട്ട് വയ്യ. മിസ്റ്റർ ചന്ദ്രൻ, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം അല്ലേ? യോഗം വേണം. എനിക്ക് കല്യാണം കഴിക്കാൻ ഇനി എന്ത് യോഗം വേണം? അതല്ലെന്ന്, യോഗാസനം നമ്മൾ പരിശീലിക്കണം. അതായത് നമ്മൾ ആദ്യമായിട്ട് പരിശീലിക്കേണ്ടത് തുച്ഛേ ദേഖ തോയ ജാനാസനം. ഇടുക്കനല്ലേ? അത് കഴിഞ്ഞാൽ പ്യാർ ഹോത്താ ഹേ ദിവാനാസനം. അതെങ്ങനെ ഇരിക്കും? അതെങ്ങനെ ഇരിക്കും നമ്മൾ അത് ഇതിലും സൂപ്പറല്ലേ? പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി ആസനം ഇല്ല. പിന്നെ പകല് വെളുപ്പിന് തുച്ഛേ പാഹോമേ മർജായഹം. രാത്രി കിടന്ന് ചത്തില്ലെങ്കിൽ രാവിലെ നമുക്ക് ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യാം. ഒരു ഊതിക്കാച്ചിയ പൊന്നു കിടന്ന് കാണിക്കണത് വേറെ ഉണ്ടാ. പല പ്രാവശ്യം ഞാൻ പറഞ്ഞു. നേരെ നിക്ക്. പാറ്റേൺ ലോക്ക് ആയിരുന്നു. എന്റെ കെട്ടിയവന്റെ പാറ്റേൺ എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. പഠിപ്പിക്കാം. നമുക്ക് ആദ്യം ഈ കൊഴുപ്പൊക്കെ ഒന്ന് ഇളക്കി കളയണം.
അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഞാൻ പഠിപ്പിച്ചു തരാം. അല്ല, നീ ചെയ്യില്ല. അതെടുക്കൂ, എടുക്കൂ, എടുക്കൂ, എടുക്കൂ. അത് ചെയ്യേണ്ടതാ ഞാൻ പറഞ്ഞത്. എടുക്കൂ, ഇതൊന്നും എടുത്തതിന്റെയാണ് ഇപ്പൊ ഇവിടെ കണ്ടത്. എടുക്കൂ, എടുക്കൂ, എടുക്കൂ. അപ്പൊ ഞാൻ എടുക്കല്ലേ? എടുക്കരുത്, എടുക്കും, എടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. എടുക്കും, എടുക്കരുത്, എടുക്കൂ. എടുക്കരുതെന്ന് പറഞ്ഞില്ല. No. It's shoulder. നോക്കൂ. ഓക്കേ. ഓക്കേ. ഞാൻ അപ്പോഴേ പറഞ്ഞു ഈ കിളവിയെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകാൻ നോക്കണേ. എന്തിന്റെ കൊഴുപ്പായിരുന്നു? എന്നോട് ഞാൻ പറഞ്ഞതാണ് ആ സാധനം എടുത്ത് പൊക്കരുതെന്ന്. ഞാൻ അങ്ങ് ആ സാധനം അവിടെ പൊക്കിക്കൊണ്ട് പോയ പാടെ എനിക്കറിയാം. എന്റെ പൊന്നു സുഹൃത്തെ, ജിം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചേരാമല്ലോ. എത്ര രൂപയാണ് നമ്മുടെ ഇവിടെ ഫീസ്? അതായത് അഡ്വാൻസ് ആയിട്ട് ഒരു 3500 രൂപ, 1500 രൂപ, മാസം 1500 1500 1500 രൂപ. ഞാൻ തന്നേക്കാം. തന്നേക്കല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ തൊട്ട് ജിമ്മി വരാം. നാളെ വരാൻ പറ്റുമോടി? ഇല്ല, അയ്യോ, നാളെ അവധിയല്ലേ? എന്താ പൈസ തന്നോടനെ നാളെ അവധിയാ. അതല്ല, ഞങ്ങളുടെ 15ാം വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ പിള്ളേരെ കൊണ്ട് ടൂർ പോകേണ്ട പ്ലാൻ ആണല്ലേ? 15 വർഷമായിട്ടും ഞങ്ങൾക്ക് മക്കളില്ല. പക്ഷെ ഞങ്ങളുടെ കിരൺ രാജാണ് ഞങ്ങൾക്ക് എല്ലാം. അതെന്തിനാ പാടറേ? മക്കളില്ലെന്ന് പറയും കിരൺ രാജാര്. പൂവൻകോഴി. പൂവൻകോഴിയാ? പിന്നെ ഞങ്ങൾ വളർത്തുന്നത് ഞങ്ങളുടെ കോഴിയാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടക്ക് കിടന്നാണ് ഈ പൂവൻകോഴി ഉറക്കുന്നത്. യെസ്. അപ്പൊ നിങ്ങൾക്ക് മക്കളില്ലാത്തതിന്റെ കാര്യം എനിക്ക് ഇവിടെ കിട്ടി. എന്തുവാ? അതിനൊരു ഒറ്റ പ്രതിയേ ഉള്ളൂ. എന്നാ ഏട്ടാ? ഒരു ഫുൾ ചിക്കൻ പൊരിച്ചാൻ കഴിക്കുക. ഈ ഇടക്കിടക്കിടെ കിരണ്ണ കട്ട് ചെയ്ത് തിന്നിട്ട് പിള്ളേരുണ്ടാവണം. എന്തിനാ കോഴി വളർത്തുന്നീക്ക്? No. കോഴീനെ കഴിച്ചാലും എന്ത് കഴിച്ചാലും എനിക്കിപ്പോ കുട്ടികൾ വേണ്ട, പ്രഗ്നൻസി വേണ്ട, 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 വേണ്ട. അതെന്ത്? എന്റെ ബോഡി ഷേപ്പ് മാറിപ്പോകും. ഹലോ, ഇങ്ങോട്ട് വരൂ. അതെ ചന്ദ്രൻ, ഇവിടെ വരൂ. ഹലോ, ഞാനല്ല ആദ്യം വിളിച്ചു. ഇങ്ങോട്ട് വാ. ഇവിടെ വരാൻ. ഞാനല്ല ഇത് മെയിൻ അളിഞ്ഞു. എടാ അപ്പക്കാളെ നീ ഇങ്ങോട്ട് വാ. നീ അവള് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് എന്റെ 2.5 കിലോ കുറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞ നമ്മുടെ ഐഡിയ വിജയിക്കുമെന്ന്. അടിപൊളി. 2.5 കിലോ കുറഞ്ഞില്ലേ? കുറഞ്ഞു തോന്നുന്നു. സംഭവം വേറൊന്നുമല്ല, ഞങ്ങളുടെ ഇവിടുത്തെ ഓടിക്കുന്ന മെഷീൻ കംപ്ലൈന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് തന്നെ ഞങ്ങൾ ഇവിടെ ഇട്ടിങ്ങനെ ഓടിച്ചത്. എന്നാ പിന്നെ എനിക്ക് വലിക്കാൻ ഒരു സിഗരറ്റ് തരുമോ? സിഗരറ്റ് വലിക്കുന്നത് എന്തിനാ? നീ വലിക്കണ സാധനം ഇല്ലെന്നും പറഞ്ഞ് എന്നെ വലിപ്പിച്ച് കളയല്ലേ? വീട്ടിലെ ജിമ്മിന് ഒരു നല്ല ഗൈഡി. അടിപൊളിയായിരുന്നു കേട്ടോ. നസീർക്ക പായൽ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. കൊള്ളാർന്നോ? അപ്പൊ മെനക്കെട്ടാല് നല്ല സാധനങ്ങളൊക്കെ കിട്ടുമല്ലേ? കാരണം ശ്രമക്കുറവാണ്. ശ്രമിച്ചാൽ എന്ത് കാര്യങ്ങളും നടക്കും. നമ്മൾ അതിനു വേണ്ടി ഒന്ന് പരിശ്രമിക്കണം. നന്നായിരുന്നു കേട്ടോ. ഉള്ളത് നല്ല വൃത്തിയായിരുന്നു, നല്ല പായ്ക്കായിരുന്നു. 3 പേരും അവരവരുടെ ഭാഗങ്ങൾ നല്ല വൃത്തിയായിട്ട് ചെയ്തു. നല്ല സബ്ജക്റ്റുമായിരുന്നു. കാര്യം സാധാരണ ജിംനേഷ്യം അത് ഇതൊക്കെ നമ്മുടെ വേദിയിൽ വന്നു പോകുന്നതാണ്. ഇതിപ്പം വീട്ടിലൂണ് നടത്തിക്കൊണ്ടിരുന്നത് മാറിയിട്ട് വീട്ടിൽ ജിമ്മാക്കി. അത് തന്നെ ഒരു ഫ്രഷ് തോട്ടായിരുന്നു. പഠിക്കാൻ വന്നവനും നല്ല ക്യാരക്ടറുമാണ്. കാര്യം കല്യാണം കഴിക്കണമെങ്കിൽ ഇച്ചിരി പറഞ്ഞാലേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് ആ കാരണങ്ങളൊക്കെ നല്ലതായിരുന്നു. അത്യാവശ്യം നല്ല നല്ല കൗണ്ടറുകളും ഉണ്ടായിരുന്നു. മൊത്തത്തിലൊരു ഒരു 7 അഴകായിരുന്നു സംഭവത്തിന്. കുറച്ചുകൂടിയൊക്കെ തമാശ ഉണ്ടായിരുന്നെങ്കിൽ എവിടെയൊക്കെയോ ചെറിയ ചെറിയ പൊടിക്ക് മിസ്റ്റേക്കുകൾ അവിടെ എവിടെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. അത് റിഹേഴ്സലിൻ്റെ കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതൊന്നും പോരാ, കുറച്ചുകൂടിയൊക്കെ തമാശയായിട്ട് വീണ്ടും വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. പ്രചോദേട്ടാ ഗംഭീര സ്കിറ്റായിരുന്നു. നല്ല രസമായിട്ട് ചെയ്തെന്നുള്ളതാണ്. ആക്ഷൻ കോമഡി ഞാൻ കാണുന്ന അന്ന് മുതൽ ഏറ്റവും മനോഹരമായി ചെയ്യുന്ന 3 പേരാണ് നിങ്ങൾ 3 പേരും. പ്രത്യേകിച്ച് ഞാൻ കുമ്പാരിയെ പ്രസാദം എടുത്തു പറയുന്നത്, കുമ്പാരി ഇവിടുന്ന് ആ വെയിറ്റ് എടുക്കുന്ന സാധനം കൊണ്ടൊരു ഓട്ടോ എന്ന് പറയുന്നത് നമ്മൾ മതിമറന്ന് തിരിച്ചു പോയി. പിന്നെ പ്രദീപ് വന്ന ഉടനെ അവസാനം എടുത്ത് പിന്നെ പ്രസാദിന്റെ ക്യാരക്ടർ ഗംഭീരമായിട്ട് പ്രസാദ് ചെയ്തു കേട്ടോ. കാര്യം പ്രസാദിന്റെ കൗണ്ടർ എല്ലാം നല്ല ഉഗ്രം കൗണ്ടറുകളാണ്. എല്ലാം വളരെ മനോഹരമായിരുന്നു. 3 പേർക്ക് വളരെ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നല്ല സ്കിറ്റായിരുന്നു. അല്ല, നിങ്ങൾ നന്നായിട്ട് ഇളകി ചെയ്തു എന്നുള്ളതാണ്. ആദ്യം തന്നെ കുമ്പാരി വന്നിട്ട് വീട്ടിലെ ഊണിന് പകരം വീട്ടിൽ അവിടെ നിന്ന് തുടങ്ങി. അവിടെ തന്നെ ഒരു ഫ്രഷ് ഒരു തോട്ട്. അത് ഇത് കൊള്ളാലോ. ഇത് സാറിന് ജിമ്മാണെന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ ഫീൽ ചെയ്തില്ല. പക്ഷെ അവിടെ നിന്ന് തന്നെ നമുക്ക് ആ ചിരിക്കാൻ നമ്മളിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ പുറകെ പ്രസാദ് വരുന്നു. പ്രസാദിൻ്റെ കുറേ നല്ല തമാശകൾ നന്നായിട്ട് നിങ്ങളൊന്ന് പണിയെടുത്തു എന്നുള്ളതാണ്. മനുവിൻ്റെ ഒക്കെ ആ പോക്ക് കണ്ടിട്ട് അരെ എനിക്ക് ടെൻഷനാണ്. പ്രദീപ് അവിടെ നിൽക്കുകയാണ്, എങ്ങാനും ഒരു തട്ടു അത് മനു നോക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളും എല്ലാം വെച്ച് കുറേ നല്ല തമാശകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നന്നായിട്ട് ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രദീപ് വന്നിട്ടാണ് പ്രദീപിൻ്റെ എൻട്രി തന്നെ ഞാൻ ഇവരെ നോക്കുമായിരുന്നു. ഇവരെല്ലാവരും ഇരുന്ന് ഗംഭീര ചിരിയായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പ്രദീപ് ആ സാധനം എടുത്ത്
വീഴല് വീഴുന്നു. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു. ഇനി ഇതിലും ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് അടുത്ത തവണ പറഞ്ഞു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഈ സ്കിറ്റിന്റെ മാർക്സ് പ്രചോദേട്ടാ? ഞാൻ ഒരു 18 മാർക്ക് കൊടുക്കും. 11,000 രൂപ അത് കളക്കി. ഞാനൊരു 15,000 കൂടി. ഓക്കെ, അപ്പൊ 33,000 രൂപയായിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാനും കൊടുത്തേക്കാം. ടോട്ടൽ എമൗണ്ട് 45,000 രൂപ. അടിപൊളി അടിപൊളി. ഇതില് നിൽക്കണ്ട, പോട്ടെ. 75-1 അതാണ് നമ്മുടെ ലക്ഷ്യം. പായൽ ബൈ കേട്ടോ. ബൈ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീം അജീഷ് റാന്നി ഉണ്ട്, മനോജ് വലഞ്ചുഴി ഉണ്ട്, കൂടെ സുമിയും. ഹേമ വിളിക്കുന്നു. ഹലോ ഹേമേ ചേച്ചി, 1 മാസമായി ഞാൻ തുണി വണ്ണം കുറയ്ക്കാൻ തന്നിട്ട് എന്ത് ചെയ്ത്? എന്നും കാലത്ത് ഞാൻ സ്റ്റേഡിയത്ത് ഓടാൻ വിടുപടി. വണ്ണം കുറയട്ടെ, ഞാൻ അങ്ങ് തരാം. ഈയടി തമാശ പറയല്ലേ, എനിക്ക് മാറിയിടാൻ വേറെ തുണിയില്ല. മാറിയിടാൻ തുണിയില്ലെങ്കിൽ നീ മറിഞ്ഞിരിക്കും. എന്റെ പൊന്നു ഹേമേ, ഹർത്താലായിട്ട് ഞാൻ കട തുറന്നില്ല. നാളെ കട തുറന്നിട്ട് ഞാൻ അങ്ങ് തയ്ച്ചു തരാം. വെക്ക, ഞാൻ ഇപ്പൊ ഇച്ചിരി തിരക്കില്ല. ശരി. ഓ, ഈ വന്ന കാലത്ത് ആരാന്നേ തുണിയൊക്കെ തയ്ച്ചിട്ടിടുന്നത്? എല്ലാവരും അങ്ങ് റെഡിമെയ്ഡാ. പക്ഷെ റെഡിമെയ്ഡ് മേടിച്ചാൽ നമ്മുടെ അറിവ് കൊണ്ടുവരും. കൈയുടെ നീളം ഒന്ന് കുറയ്ക്കണേ, കാലിന്റെ നീളം വെച്ചിട്ട് ഒന്ന് കൂട്ടണേ, ഷേപ്പ് ഒന്ന് അടിക്കണേ. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പൈസ ചോദിക്കുമ്പോ ഓരോന്നിന്റെ മുഖത്തിന്റെ ഷേപ്പ് ഒന്ന് കാണണം. സുമേച്ചി, നിങ്ങൾ എന്താ പരിപാടിയായി കാണിച്ചേ? നീ കണ്ടില്ലായിരുന്നോടാ? ഒന്നുകൂടെ കാണിക്കാം. ഹലോ കലാമണ്ഡലം തയ്യൽക്കാരി, നിങ്ങളുടെ പുളിച്ച രസം കാണിക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ എന്താ ഇന്ന് തയ്യൽക്കട തുടങ്ങാഞ്ഞത്? വെളുപ്പാൻ കാലത്ത് ഞാൻ നിങ്ങളുടെ കടയുടെ തിണ്ണെ വന്ന് കിടക്കുക. വെളുപ്പക്കാലത്തെ വന്നിട്ട് കടയുടെ തിണ്ണെ കിടക്ക. നീ എന്താ ദിനപത്രം? എന്താ ചേച്ചി തയ്യൽക്കട തുറക്കാൻ? പ്രകാശ, നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? ഇന്ന് ഹർത്താലാണ്, അതാ കട തുറക്കാഞ്ഞത്. ഹർത്താലാണോ ചേച്ചി? എന്തിന്റെ ഹർത്താലാ ഇത്? എന്തിന്റെ ഹർത്താൽ? അല്ല, എന്തിന്റെ ഹർത്താലാണെന്ന്? അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു കിടുക്ക ഹർത്താൽ നടത്തിയിട്ട് എത്ര നാളായി? അതിന് വേണ്ടിയിട്ടുള്ള ഹർത്താലാ ഇത്. എന്തോ ഞാൻ കാരണമൊന്നും എനിക്കറിയത്തില്ല. പറയണ്ട. പിന്നെ നാളെ എന്റെ കല്യാണമാണെന്നുള്ള കാര്യം നിങ്ങളോട് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയണോ? എനിക്കറിയാലോ. നിങ്ങളല്ലേ എന്റെ പെണ്ണിനൊരാളെ കല്യാണ ബ്ലൗസ് ഒക്കെ തയ്ച്ചു തന്നത്? എന്റെ പൊന്നി ചേച്ചി, ഇന്ന് രാവിലെ ഞാൻ ആ പെണ്ണിന് കല്യാണ ബ്ലൗസും സാരിയുടെ ഒക്കെ ഫോട്ടോ ഇട്ട് കൊടുത്തു. കല്യാണ ബ്ലൗസ് കണ്ടിട്ട് അവള് പറയുവാ, ബ്ലൗസ് ശരിയായില്ല, ഇതിന്റെ പുറയിൽ ഒരു ജനലൂടെ വെച്ച് കൊടുക്കാൻ. കാറ്റ് കയറാനായിരിക്കും. നമുക്ക് ജനൽ വേണ്ട, ഒരു AC അങ്ങ് പിടിപ്പിച്ചാൽ. അതല്ലല്ലെന്ന് ചേച്ചി, ഇവിടെ ഇങ്ങനെ കണ്ണൊക്കെ വരച്ചിട്ട് നിങ്ങൾ ഡിസൈൻ ഒക്കെ വെക്കത്തില്ലേ, മുത്തൊക്കെ വെച്ചിട്ട്? ഡിസൈൻ അത് കൂടെ തയ്ച്ചതാ. എനിക്ക് രാവിലെ കൊണ്ടുപോകണ്ടേ, കല്യാണത്തിന് പോകണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, കടയിലോട്ട് വാ. നാളെ കട തുറന്നിട്ട് ഞാനങ്ങ് തയ്ച്ചു തരാം. അയ്യോ, നാളെ കല്യാണത്തിന് പോകണമെന്ന് ഇന്ന് തയ്ച്ചതാ. തയ്ക്കാലോ. എടാ, ഇതിനകത്ത് ചവിട്ടാൻ എനിക്ക് കാല് വയ്യട പ്രകാശ. ചേച്ചിക്ക് ചവിട്ടാൻ വയ്യ? ഞാൻ ചവിട്ടാ. ചേച്ചി പുറകോട്ട് മാറിയിരി. ഇത് ചവിട്ടാനേ തയ്യൽ മെഷീൻ അല്ലാതെ സൈക്കിൾ അല്ല. ചേച്ചി കുഞ്ഞു കളിക്കാതെ എനിക്ക് കല്യാണത്തിന്റെ ഇത് തയ്ച്ചതാ. ഇല്ലെന്നോട്ടെ ആ പെണ്ണ് കഴുത്ത് നീട്ടി തരത്തില്ലെന്ന്. നീ എന്തോ ആമയാണോ കെട്ടുന്നത്? അല്ല, കഴുത്ത് നീട്ടി തരത്തില്ലെന്ന് പറഞ്ഞോട് ചോദിച്ചതാ. ചേച്ചി അവൾ ഭയങ്കര വാശിയാണെന്ന്. പഠിത്തമൊക്കെ ഉണ്ടോ? വാശി കാണിക്കാൻ പഠിക്കണോ? അതല്ല, ഈ വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. പിന്നെ അവള് ബി കോംപ്ലക്സ് അല്ലേ? എന്തോ വിറ്റാമിന്റെ കുറവാണോ കൊച്ചിന്? അല്ല, അവള് ബി കോം പാസ്സാന്ന്. ആണോ? പെണ്ണിന് വല്ലതും വെച്ചുണ്ടാക്കാൻ അറിയാവോ? അയ്യോ, ഞാൻ പെണ്ണ് കാണാൻ ചെന്നപ്പോ ലഡുവിനകത്തെ മുന്തിരി കൊടുത്തില്ല എന്നും പറഞ്ഞ് എന്തോ ഒച്ച അവളുണ്ടാക്കിയെന്നറിയോ? വെച്ചുണ്ടാക്കാൻ അറിയാവുന്നല്ലേ ചോദിച്ചത്? വല്ലതും വെച്ചുണ്ടാക്കാൻ ഈ പാചകമൊക്കെ അറിയാമോ? പിന്നെ അവൾ അടിപൊളി കുക്കല്ലേ. പിന്നെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. എന്നും അവള് യൂട്യൂബ് ചാനലിൽ ഈ കുക്കിംഗ് വീഡിയോ ഇടും. അങ്ങനാണെങ്കിൽ നിനക്ക് 4 നേരം നിറച്ച് നെഗറ്റീവ് കമന്റ് തിന്നാം. ചേച്ചി, പിന്നെ ഈ ജനൽ വെക്കുന്നതിന്റെ കൂട്ടത്തില് ഈ 2 സൈഡിലും കണ്ണാടിയും കൂടെ ഒന്ന് വെച്ചേക്കണേ. എന്താ പുറകേന്ന് വരുന്നവരെ കാണാനായിരിക്കും അല്ലയോ? സൈഡ് മിറർ വെക്കുന്ന കാര്യമല്ല ചേച്ചി. തന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ ഡയമനും ഈ ലവ് ചിഹ്നം ഒക്കെ വെച്ചിട്ട് ചുറ്റിന് ഇങ്ങനെ എംബ്രോയിഡറി ചെയ്യത്തില്ലേ, അങ്ങനെ ചെയ്യണം. എടാ, നീ ഉദ്ദേശിച്ചതേ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ വന്നിട്ട് ചുറ്റിനും നോ ബോഡി ടച്ചിങ്. തേനീച്ച കൂടെ പോലെ ആക്കി കളഞ്ഞില്ല. അല്ല പിന്നെ കല്യാണത്തിന് വരുമ്പം ഞാൻ പലതും പ്രതീക്ഷിക്കുന്നുണ്ട് ചേച്ചി കേട്ടോ. നീ എന്തുവാടാ പ്രതീക്ഷിച്ചത്? സംഭാവന. എന്റെ ദൈവമേ, ആ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത് നിനക്കുള്ള ബുക്ക് ഇടങ്ങാണ്ടിരിപ്പുണ്ടായിരുന്നു. ബുക്ക് നോക്കുന്ന അളവൊക്കെ ഞാൻ നേരത്തെ എന്തല്ലോ. അയ്യോ, അളവിനല്ല, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ പാലുകാച്ചിന് എന്തോ സംഭാവന ആണെന്ന് അറിയാനായിരുന്നു. അത് ശരി, ഞാൻ വന്നതാ. പാലാച്ചിനൊക്കെ വന്നാ ഞാൻ കണ്ടായിരുന്നു നീ അവിടെ നിന്ന് ബിരിയാണി കേട്ടുന്നത്. മൊബൈലിൽ ചേച്ചി അന്ന് ഫോട്ടോ എടുത്തിട്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. പ്രകാശൻ പുത്തൻ വീട്ടിൽ 201 രൂപ. അതാണ് ബ്രാക്കറ്റിൽ കടം. ഏടാ, ഞങ്ങളുടെ പാലുകാച്ചിന് വന്ന് മൂക്കുമുട്ടെ ബിരിയാണി തിന്ന് 201 രൂപ കടം പറഞ്ഞതും പോരാഞ്ഞ് നീ കുറെ പൊതിഞ്ഞായിട്ട് വീട്ടിൽ കൊണ്ടുപോയി. അതെന്തിനായിരുന്നു? അത് പിന്നെ അടുത്തെന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിലേ
ഞങ്ങളുടെ അമ്മ വീട്ടിൽ ചോറ് വെക്കത്തില്ല. എന്റെ ദൈവമേ, അല്ല ഈ അടുത്തൊന്നും വിശേഷം ഇല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ എന്തോ ചെയ്യും? അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. എങ്ങനെയാലും കറങ്ങി തിരിഞ്ഞ് ഞങ്ങളുടെ അമ്മ ഒരു നൂലുകെട്ടെങ്കിലും പിടിക്കും. ഓ, നീ ഇങ്ങനെ കണ്ടറമ്പി തിന്നുന്നത് കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണറിയുന്ന നാണക്കേടല്ലയോടാ? അതൊന്നും കാര്യമല്ലേ ചേച്ചി, കാരണം അവളെ ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ല. കല്യാണം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടും പോവല്ലേ. ഓ, അമ്മായച്ചൻ ഉണ്ടാക്കി വെച്ചെല്ലാം ഈ ചെറുക്കൻ തിന്നു മുടിക്കും കേട്ടോ. ചേച്ചി അത് ഇതും പറഞ്ഞിരിക്കാതെ പെട്ടെന്ന് ശരിയാക്കിതാ. പിന്നെ വേറൊരു കാര്യം, നാളെ രാവിലെ കർണനെയും കൂട്ടി അങ്ങ് വരണേ. 8 മണിയാകുമ്പോഴത്തേക്ക് 8 മണിക്ക് അവിടുന്ന് പുറപ്പെടുന്നേ. കർണനെണ്ണ 2 ആഴ്ചയായാലും മിണ്ടിയിട്ട്. എന്തോ വയ്യാതെ വല്ലതും കിടക്കുവാണോ? അതുകൊണ്ടല്ലെന്ന് വഴക്കിട്ട് എന്നോട് ഇപ്പൊ 2 ആഴ്ചയായി മിണ്ടിയിട്ട്. എന്തിനാ ഈ പുള്ളി വഴക്കുണ്ടാക്കുന്നത്? എനിക്കറിയത്തില്ല, അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലേ. തൊട്ടനും പിടിച്ചനും എല്ലാം വഴക്കാണ്. ആണോ? എന്തോ ഇപ്പൊ പുള്ളിക്ക് ജോലി എന്തുവാ? ജോലി എന്തോ ATM ഫ്രണ്ടിൽ കാവലിരിപ്പാ. നൈറ്റ് ഡ്യൂട്ടിക്ക് പോയത്, ഇപ്പൊ എഴുന്നള്ളൂ. വരുന്നടാ. ഒരു പരിചയമില്ലാത്ത പോലെ, ഒരു മൈൻഡ് ഇല്ലാതെ. ഓ, മൈൻഡ് ചെയ്യാൻ നീ തറ ദൈവോ. ഇങ്ങോട്ടേ, നാളെയാണ് എന്റെ കല്യാണം. ഒന്നോടും ചിരിച്ചേ. എന്തിനാ? അല്ല, മറ്റന്നാളെ തൊട്ട് ഈ ചിരി നിൽക്കുമല്ലേ? എന്തൊരു വർത്താനാണോ പറയുന്നത്? ആണ്ട് ഇരിക്കുന്നു. 7.5 വർഷമായി ഞാൻ മനസ്സ് തുറന്നു ചിരിച്ചിട്ട്. എടാ പ്രകാശ, മനസ്സ് തുറന്ന് ചിരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ പെരുമാറ്റം നന്നാവണം, അല്ലെ പ്രവൃത്തി നന്നാവണം. ശരിയാ. ഈ പറയുന്ന ആളൊന്നും നന്നായാൽ മതിയായിരുന്നു. അണ്ണാ ഏത് ATM മുമ്പിലാണ് നിൽക്കുന്നത് ഇപ്പൊ? ABC ബാങ്കിന്റെ ATMന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അയ്യോ, അവിടെ അല്ലേ കഴിഞ്ഞ ദിവസം ATM കുത്തി തുറന്ന് പൈസ എടുത്തോണ്ട് പോയി? അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ഞാൻ എന്റെ വാതൊക്കെ വായം തുറന്നുകൊണ്ട് കിടന്ന് ഉറങ്ങി. ആൾക്കാർ ATM കാർഡ് എന്റെ ഇവിടെ കുത്തിക്കയറ്റിട്ട് എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തോണ്ട് പോയ കഥയാണ്. ഇതേ കല്യാണത്തിന് രാവിലെ 9 മണിയാകുമ്പോ നിങ്ങൾ രണ്ടുപേരോട് അങ്ങ് വരണം. ഞങ്ങൾ അന്നേരം ഇറങ്ങും. ഞങ്ങൾ അവിടെ ഒന്ന് താമസിക്കാനാണ്. അതല്ലെന്ന്, ഞങ്ങളോട് വരണ്ടേ കല്യാണത്തിന്? അതിന് നീ എന്നോട് കല്യാണം പറഞ്ഞില്ലല്ലോ. അയ്യോ, ഞാൻ വീട്ടിൽ വന്ന് കല്യാണം പറഞ്ഞ കുറിയും തന്നില്ലേ ചേച്ചി? എനിക്ക് തന്നായിരുന്നു കുറി. ഞാൻ കല്യാണത്തിന് പറഞ്ഞെങ്കിൽ എനിക്ക് കുറി തരണം. അങ്ങനെ ആളാമ്പറത്തി കുറി തരാൻ ഞാൻ ഭാഗ്യക്കുറിയാണ് ഇവിടെ കൊണ്ടു തന്നെ. ഇയാൾ അതും പറയാൻ അപ്പുറവും പറയും. നമ്മുടെ ആ വടക്കേ താമസിക്കുന്ന നാരായണീയം വെച്ച് മരിച്ചില്ലായിരുന്നു? അവരുടെ സഞ്ചയനം നടത്താൻ കാർഡുമായിട്ട് പിള്ളേർ വീട്ടിൽ വന്നായിരുന്നു. അന്നേരം ഈ പിള്ളേരോട് ഇങ്ങനെ പറയുക, സഞ്ചയനത്തിന് വരണമെങ്കിൽ മരിച്ചുപോയ നാരായണ അമ്മച്ചി നേരിട്ട് വന്ന് വിളിക്കണമെന്ന്. അന്നേ അങ്ങനത്തെ മനുഷ്യനാ അത്. മോശമല്ലോണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഞാൻ ഉടുപ്പൂരിയല്ലേ കാണിച്ചല്ലോ, അത് പാൻറ്റൂരി കാണിച്ചില്ലല്ലോ. അതല്ല, ഇങ്ങനെ കടമ്പിടുത്തൊക്കെ പിടിക്കുന്ന മോശമല്ലേ? പ്രകാശ, കല്യാണമായിട്ട് നിന്റെ വീട്ടിൽ നല്ല നല്ല ആൾക്കാർ വരും. നീ ആ നല്ല നല്ല ആൾക്കാരോട് മിണ്ടി. ഇങ്ങനെ ചൊറിയം വർത്താനം പറയുന്ന ആൾക്കാരോട് മിണ്ടാതെ നീ. എന്നാ ഞാൻ ഇറങ്ങും കേട്ടോ, പറഞ്ഞേ. പകലൂടെ രാത്രിയായിരുന്നു ഇവനെ ATMന്റെ മുമ്പിൽ തന്നെ അങ്ങ് ഇരുന്നേന്. ഈ നല്ല നല്ല ആൾക്കാരെന്ന് പറയുന്നതേ ഈ കൊരമ്പാലയിലെ നാരായണനാണോ? ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. എല്ലാത്തിനെ പറഞ്ഞ സ്വഭാവം ഞാൻ മാറും. എല്ലാത്തിനെ പറഞ്ഞ നീ എന്ത് ചെയ്യും? ഞാൻ പലതും ചെയ്യും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് കിടന്ന് ഉറങ്ങണം. ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കരുത്. എനിക്കൊരു ചായ വേണം. വേണമെന്നുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി ആദ്യം ചോദിക്കണം. എനിക്ക് മുഖച്ചായ അല്ല വേണ്ടുന്ന, പാലിട്ട ചായ വേണ്ടുന്നത്. ഉണ്ടാക്കി വെച്ചേക്കുന്നത് വേണമെങ്കിൽ എടുത്ത് കുടിക്കാം. വല്ലതും കഴിക്കാൻ വേണോ? ഒരെണ്ണം കഴിച്ചാൽ ഞാൻ അനുഭവിക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ആഹാരം കഴിക്കാൻ വേണോന്ന്. ഞാനത് വിഷം എന്തെങ്കിലും കലക്കി വെച്ചിട്ടുണ്ടോ? എന്തുവാ തൂക്കണ്ടായോ? തൂക്കാനായിരുന്നു, ഞാൻ പേടിച്ചു പോയല്ലോ. പിന്നല്ല, ഇന്നലെ ഇതുപോലെ ഉള്ളൊരു തവി എടുത്ത് ഞാൻ പേടിച്ച് വിളമ്പി തരാനാണ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ കുത്ത്. നിങ്ങൾ കാലം നോക്കിക്കേ. എന്തിന് ഇവിടെ തൂക്കാനാ? ഇത്രയും സ്ഥലം കിടക്കുന്നിടത്ത് എന്റെ ഈ കാലിൽ ഇച്ചിരി പോലും സ്ഥലം തൂത്തിട്ട് നീ ഇവിടെ വടക്കോട്ടാക്കാനല്ലേ എന്നോട്? ഓരോരോ കാരണം പറയുന്ന കേട്ടോ. പിന്നെ എനിക്ക് കട്ടിലിന്റെ അടി തൂക്കണ്ടായോ? എനിക്ക് കിടന്നുറങ്ങണമെന്ന് ഇവിടെ. എന്നൊരു കഷ്ടമാണെന്ന് പറ. ഞാൻ മാത്രമേ ഉള്ളൂ പണിക്ക് പോയിട്ട് വരുന്നത്. രാത്രി മൊത്തം ഉറക്കളത്തിൽ വന്നിട്ട് എനിക്ക് ഇവിടെ ഉറങ്ങാൻ പറ്റത്തില്ലയോ? നീ കിടന്നുറങ്ങണോ? നിങ്ങൾ കിടന്നുറങ്ങണമെങ്കിൽ ആദ്യം നിങ്ങൾ മിണ്ടാതിരിക്കണം. അതെവിടെ നാടി? എന്തുവാ നീ കരിമ്പ് തിന്നുന്നു? കത്തിലേക്ക് തുണി മുറിച്ചത്. ഒറ്റ ഉണ്ടാക്കില്ല കേട്ടോ. എന്തൊരു കഷ്ടമാണെന്ന് പറ. ഹിന്ദുമതം വർഷമംഗളഘോഷം, വർഷമംഗളഘോഷം. മനുഷ്യന്റെ ഉറക്കം പോയി. അതെ, അയൽക്കൂട്ടത്തിന്റെ ലോണിന്റെ പൈസ അടയ്ക്കണം. നാളെ അടക്കണ്ടേ? ആ അടവ് മുടങ്ങരുത്. ഓ, ഇവിടെ അടവ് തുടങ്ങി. പാൽക്കാരനും പത്രക്കാരനും നാളെ വരും. കേബിളിന്റെ പൈസ കൊടുക്കണം. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു ദാരിദ്ര്യം പിടിച്ചവനെ ആന്നല്ലോ ദൈവം എനിക്ക് കണ്ടുപറ്റി തന്നത്. ദാരിദ്ര്യം പിടിച്ചോണം. അപ്പൊ ഉണങ്ങിയില്ലായിരുന്നില്ലേ? നിങ്ങൾ പക്ഷെ കൂർക്കം വലിക്കുന്നത് ഞാൻ കേട്ടല്ലോ. സുമ, ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ വീട് വലി നീ നിർത്തിയതാ. എന്റെ കൂർക്കം വലിയോടെ നിർത്തിയിട്ട് നിന്റെ ദുഷഭാവം നീ ഇല്ലാതാക്കല്ലേ കേട്ടോ. മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. എന്റെ ദൈവമേ, ചവിട്ടിട്ട് അങ്ങോട്ട് കൊള്ളുന്നുമില്ല. എത്തിച്ചവിട്ടടി എന്നെ, എത്തിച്ചവിട്ടടി. നിങ്ങൾ ഇത് എന്തോ ഭാവിച്ചോണ്ട് ഞാൻ ഈ തയ്യൽ മിഷന്റെ കാര്യമാണ് പറഞ്ഞത്.
ഹായ് ഹെലികോപ്റ്റർ 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 പോകുന്നു. എവിടെ പോവാ ഇത്? എവിടെ പോവാ? ഹെലികോപ്റ്റർ കാണാൻ നാളില്ലേ നിങ്ങൾക്ക്? ഹെലികോപ്റ്റർ ഗോവാലിൽ ഓടിക്കുന്ന ഹെലികോപ്റ്ററാ. നിന്റെ അച്ഛൻ എന്നെ ഉറക്കാതിരിക്കാൻ വേണ്ടി എന്റെ പൊന്നു മനുഷ്യൻ, ഞാൻ ഈ തയ്യൽ മെഷീൻ ചവിട്ടിയതാണ്. തയ്യൽ മെഷീൻ ചവിട്ടിൽ ഒച്ച വെക്കണത് നിന്നോട് പലപ്പോഴും ഞാൻ പറഞ്ഞില്ലോടി. എനിക്ക് ഇവിടെ കിടന്ന് ഉറങ്ങണം ഓടി. എനിക്ക് പിന്നെ എന്റെ ജോലി ചെയ്യണ്ടായോ? നീ എന്തോ ജോലിയാണ് ചെയ്യുന്നത്? ഞാൻ ബ്ലൗസ് വയ്ക്കുക. ഏത് ബ്ലൗസ്? പ്രകാശന് നാളെ കല്യാണത്തിന് കൊണ്ടുപോകാനുള്ള ബ്ലൗസ് വയ്ക്കുവാന്ന്. ബ്ലൗസ് ഇട്ടാണോ നല്ല കല്യാണത്തിന് വന്നത്? അതാണോ പറഞ്ഞത്? ആ പെണ്ണിന് കൊടുക്കാനുള്ള ബ്ലൗസ് എനിക്ക് തയ്ക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ എനിക്ക് ഇവിടെ കിടന്ന് ഉറങ്ങണം. മിഷീനെ ശബ്ദം ഉണ്ടാക്കരുത്. ഞാൻ തീരുമാനിക്കും. നീ തീരുമാനിക്കില്ലടി. ആ. നീ തയ്ക്കോടി. നീ തയ്ക്കോടി. യ്യോ. എന്തോ വൃത്തിയാണ് നിങ്ങൾ ഈ കാണിച്ചത്. എന്തോ വൃത്തിയാണ് കാണിച്ചത്. ബ്ലൗസ് കീറിയല്ലയോ? ആരും ഇട്ട ബ്ലൗസ് ഒന്നും അല്ലല്ലോ ഞാൻ കീറിയത്. പുതിയ ബ്ലൗസ് അല്ലേ ഞാൻ കീറിയത്? എന്റെ ഞാൻ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നിങ്ങൾ എന്താ വേലയെ കാണിച്ചത്? ആ ചെറുക്കൻ 7-9 കല്യാണം മുടങ്ങിയിട്ട് ഇപ്പൊ കണ്ടുപിടിച്ച് ആറ്റുനോട്ട് ഒരു പെണ്ണിനെ കെട്ടിയപ്പോ നിങ്ങൾ ഇത് എന്താ വേലയെ കാണിച്ചത്? നിങ്ങൾക്ക് വിവരമുണ്ടോ? വിദ്യാഭ്യാസം പറയുന്നുണ്ട്. ഇതിനെക്കാളും നല്ല മെഷീൻ ആയിരുന്നു. ചേട്ടാ ചെറുക്കൻ കയറി വരുമ്പോ മറുപടി എന്താന്ന് വെച്ചാ പറഞ്ഞു. നിങ്ങൾ ചേച്ചിയെ അയ്യോ എടാ അണ്ണൻ ബ്ലൗസ് കീറിയടാ. അയ്യോ എന്നാ ഞാൻ വരുന്നില്ല, എനിക്കത് കാണാൻ വയ്യേ. എന്റെ ബ്ലൗസ് അല്ലെന്ന്. എടാ നീ കൊണ്ടുവന്ന ബ്ലൗസ് ഇല്ലയോ? അത് അണ്ണൻ വലിച്ചു കീറിയടാ. അയ്യോ ഇതുപോലെ അങ്ങ് കീറി. എന്റെ 10ാമത്തെ കല്യാണം മുടങ്ങാൻ പോകുന്നു. അല്ല കർണണ്ണ, എന്താ പരിപാടിയാണ് ഈ കാണിച്ചത്? എന്താ പരിപാടിയാണോ? പിന്നെ എനിക്ക് എന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങണോടാ. നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കിയാലേ ഞാനിത് വലിച്ചു കീറിയത്. എന്റെ ബ്ലൗസ് വന്ന് നിങ്ങളുടെ ഉറക്കം കെടുത്തിയോ നിങ്ങളെ? എനിക്ക് ശല്യമില്ലാതെ കിടന്ന് ഉറങ്ങണം, അതിന് വേണ്ടിയാ ചെയ്തത്. മര്യാദ ബ്ലൗസ് തയ്ച്ചു സമാധാനപ്പെടും പ്രകാശ, ഞാൻ എങ്ങനെങ്കിലും കൂട്ടി ചേർത്തൊക്കെ തയ്ച്ചു തരാം. എടി നീ ഇവിടെ ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ നിന്നെ കൊല്ലുന്നത്. ചേച്ചി അങ്ങോട്ട് തയ്ക്കുക ചേച്ചി. അപ്പൊ സുമയ്ക്ക് അറിയാം എന്തുവാ ഒച്ച ഉണ്ടാക്കാതെ തയ്ക്കാൻ. എന്റെ പ്രകാശ, നീ എന്റെ കർണാടന്റെ കർണപടം അടിച്ച് തകർത്തടാ. പിന്നല്ലാതെ നല്ല ബ്യൂട്ടിഫുൾ സ്കിറ്റ്, നല്ലൊരു കൈഡി. അല്ല സ്കിറ്റ് ഇങ്ങനെയും ചെയ്യാൻ കേട്ടോ. ഭയങ്കര രസമായിരുന്നു. നല്ല ലൈവായിട്ട് പോകുമായിരുന്നു. നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് ചിരിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ചിരിച്ച മുഖത്തോട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായൊരു സ്കിറ്റ് കേട്ടോ. അടിപൊളി സ്ക്രിപ്റ്റ്, നല്ല സിറ്റുവേഷൻ, അതിൻ്റെ കാരണങ്ങളൊക്കെ എല്ലാം നല്ലതായിരുന്നു. സെക്യൂരിറ്റി ആയിട്ടുള്ള ജോലി, നാളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ, തിരക്കുള്ളൊരു തെയ്യക്കാരി, അത് ഇന്ന് ഹർത്താലായതുകൊണ്ട് കട വീട്ടിലിരുന്ന് ആ സിറ്റുവേഷനൊക്കെ നല്ലതാണ്. ഒന്നും നമ്മൾ ഏച്ച് കെട്ടി വെച്ചിട്ടില്ല അതിൽ. എല്ലാം ആ കറക്റ്റ് അളവിന് കാര്യങ്ങളെല്ലാം നിങ്ങൾ കൊണ്ടുപോയി. ഒരുപാട് പൊട്ടിച്ചിരിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ പൊട്ടിച്ചിരിക്കേണ്ട, പക്ഷെ അത് രസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ 3 പേരും വളരെ മനോഹരമായിട്ട് നല്ല ലൈവായിട്ട്. മനോജൊക്കെ ഇത്രയും ലൈവായിട്ട് സ്കിറ്റ് കളിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കറക്റ്റ് സെക്യൂരിറ്റിക്കാരൻ, അയാളുടെ ആ ഉറക്കക്ഷീണവും ആ ഭാര്യയോടുള്ള വിഷമങ്ങളും എല്ലാം കറക്റ്റ് അളവിന് വന്നിരുന്നു. അടി കൊണ്ടിട്ടൊരു നിപ്പുണ്ടല്ലോ. അപ്പം നിനക്കറിയാം വെക്കാതെ തയ്ക്കാനും. സത്യത്തിൽ ഞാൻ അവിടെ പൊട്ടിച്ചിരിച്ചു പോയി. നന്നായിരുന്നു, വളരെ ഗംഭീരമായിട്ടുണ്ട്, അടിപൊളി. അല്ല ഇപ്പോഴും ഞാൻ ആലോചിക്കുന്ന മനോജ് ആ ക്യാരക്ടർ ഇതുവരെ വിട്ടിട്ടില്ല. ഇപ്പോഴും സെക്യൂരിറ്റി ആയിട്ട് നല്ല ഉഗ്രം സ്കിറ്റായിരുന്നു കേട്ടോ. സ്കിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 100 എപ്പിസോഡൊക്കെ കഴിഞ്ഞു, അതിൻ്റെ ഒരു പാറ്റേൺ മാറ്റം, ഒരു പുതിയ തുടക്കം ഇട്ടിരിക്കുകയാണ് സ്കിറ്റ്. ഇനിയിപ്പോൾ ആ പക്ക ഒരു മനോജിൻ്റെ കളിയിൽ നിന്ന് മാറിയത്. മനോജ് ഇങ്ങനെ പടപട അജേഷുമായിട്ട് കൗണ്ടർ, സുമിയായിട്ട് കൗണ്ടർ സ്പീഡായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ സ്കിറ്റ് എന്ന് പറയുന്നത് നമ്മളെങ്ങനെ ലൈഫ് കളി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കാര്യം. എനിക്ക് ആ കട്ടിൽ കിടന്നുള്ള സാധനവും പിന്നെ സുമിയായിട്ടുള്ള കോമ്പിനേഷൻ പരിപാടികളൊക്കെ ഭയങ്കര ലൈഫായിരുന്നു കേട്ടോ. അത് അങ്ങനെ കളിക്കുന്ന വലിയ റിസ്ക്കാണ്. ചിലപ്പോൾ ചീറ്റി പോകാം, ചിലപ്പോൾ നന്നാകും. പക്ഷേ നിങ്ങളത് വൃത്തിയായിട്ട് കളിച്ചത് കൊണ്ടാണ് നമുക്ക് ഏറ്റവും അധികം സന്തോഷമായത് കണ്ടിരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 3 പേര് കൗണ്ടറുകളൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇതിനകത്തൊരു നല്ല ഐഡിയ ആയിരുന്നു. ഈ സ്ക്രിപ്റ്റിന് നല്ലൊരു ഐഡിയ ആണ്. ഭയങ്കര സ്ക്രിപ്റ്റാണ്, നല്ല അച്ചടക്കം. അതായത് കറക്റ്റ് റൂട്ടാണ്. അജേഷ് വരുന്നു, അജേഷ് വന്ന് കഥ പറയുന്നു, നാളത്തെ കല്യാണത്തിൻ്റെ കേസൊക്കെ പറയുന്നു, ബ്ലൗസ് വലിച്ചു കയറുന്നു, അതിൻ്റെ ഒരു പരാക്രമം. പിന്നെ സുമിയാണെങ്കിൽ തകർത്തെന്ന് പറഞ്ഞ സുമി ഈ കലിപ്പ് വന്നിട്ടേ ഭർത്താവിനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. അജേഷ് വന്ന് അടിക്കുന്നു. ക്ലൈമാക്സ് നല്ല ബ്യൂട്ടിഫുൾ ക്ലൈമാക്സ് ആണ് കേട്ടോ. ഇതിനപ്പുറത്തേക്കല്ല, ക്ലൈമാക്സ് വളരെ സൈലൻ്റ് ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാന്ന് പറയും. അടിപൊളി, നല്ല പുതിയ ഫോമാറ്റിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. താങ്ക് യു ചേട്ടാ. ഷാജൻ ചേട്ടാ, നല്ല സ്കിറ്റായിരുന്നു. ഒരു സിനിമാറ്റിക് മൂഡായിരുന്നു ആ ഒരു സ്കിറ്റ് കാണാൻ. അതെനിക്ക് തോന്നിയത്. കാര്യം 3 നല്ല ക്യാരക്ടേഴ്സ്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് നമ്മൾ എവിടെയൊക്കെയോ കണ്ടിട്ടുള്ള ഒരു 3 പേരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ സുമിയുടെ ആദ്യത്തെ ആ തയ്യലൊക്കെ കൊള്ളാമായിരുന്നു. അതുപോലെ അജേഷ് കയറി വന്നുള്ള അജേഷിൻ്റെ ഒരു ആ ക്യാരക്ടർ. അത് കഴിഞ്ഞ് മനോജ് ഉഗ്രനായിരുന്നു കേട്ടോ. മനോജ് ആ ക്യാരക്ടർ പിടിച്ചത് സൂപ്പറായിരുന്നു, അടിപൊളിയായിട്ട്. ഇതൊട്ടും കൂട്ടിയില്ല. ആ കറക്റ്റ് പിടുത്ത് അവിടെ വന്ന് നിന്ന് വൈഫിൻ്റെ മുഖത്തോട്ട് നോക്കാനുള്ള സംസാരവും ഒപ്പം സുമിയുടെ ആ പെർഫോമൻസും. സുമിക്ക് അതിനനുസരിച്ച് അങ്ങോട്ട് ദേഷ്യവും കയറുന്നുണ്ട്.
എന്നാൽ നാട്ടുകാരൻ വന്ന് ഭർത്താവിനെ തല്ലിക്കഴിഞ്ഞപ്പോൾ ഭർത്താവിന്റെ സൈഡുമായി. എടാ നീ എന്റെ കർണൻ ചേട്ടന്റെ കർണം എന്നൊക്കെയുള്ള ചോദ്യം എല്ലാം കൊണ്ട് നമുക്ക് രസമായിരുന്നു. ഈ പറഞ്ഞ ഒരുപാട് പൊട്ടിച്ചിരികളൊന്നും ഇല്ലെങ്കിലും നല്ല രസമുള്ള ഒരു സ്കിറ്റായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജു ചേട്ടാ. അപ്പൊ ഈ സ്കിറ്റിന്റെ മാർക്സ് എത്രയാന്ന് ചോദിക്കാം. പ്രചോദേട്ടാ? ഞാൻ ഒരു 19 മാർക്ക്. 19,000 രൂപ. ഓക്കെ. ഞാനൊരു 15,000 രൂപ കൊടുക്കും. ഓക്കെ. അപ്പൊ അതിനോട് കൂട്ടിയുള്ളൂ എന്നാ. ഓക്കെ. ടോട്ടൽ എമൗണ്ട് അടിപൊളി അടിപൊളി. അപ്പം ഈ ഒരു വ്യത്യസ്തത അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ തന്നെ വരട്ടെ, ഉഷാറാവട്ടെ. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. സുശീന്ദ്ര, എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ. നീ ഒന്നിയിൽ എന്നെ കൊണ്ടുപോകണം, അല്ലെ നിന്റെ മോനെ കൊണ്ടുപോകണം. എടാ, എന്നെ കണ്ട 18 വയസ്സുള്ളൊരു പെണ്ണിനെ പോലെ ആക്കിയടാ അവനെ. എനിക്ക് വയ്യ എൻ്റെ കുഞ്ഞെ. ഈ വയസ്സാം കാലത്ത് എന്നെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത്. അവൻ ഇന്നലെ ഉണ്ടല്ലോ ഒരു ഇച്ചിരി ഇല്ലാത്ത ഉടുപ്പെടുത്തോണ്ട് തന്നിട്ട് അത് ഇടാൻ പറഞ്ഞടാ എന്നോട്. ഇങ്ങനൊരു കുർത്തം കെട്ട ചെറുക്കനെ ഞാനൊരു ജീവിതത്തിൽ കണ്ടിട്ടില്ല. സുശീന്ദ്ര, നിനക്ക് നിന്റെ അമ്മയെ വേണമെങ്കിൽ നീ ആ ചെറുക്കനെ ഇവിടുന്ന് കൊണ്ടുപോകണം കേട്ടോ. വെക്കടാ, ചെറുക്കൻ വരുന്നുണ്ട്. അമ്മൂമ്മേ പണ്ടെങ്ങാണ്ട് പഠിക്കാൻ വിട്ടപ്പ മനക്കലെ മാവിനെ കല്ലെറിഞ്ഞില്ലേ ഒരുത്തൻ കെട്ടവൻ പിന്നീട് ക്ലാസ്സിൽ ചെന്നപ്പ മാഷിടെ പിന്നിൽ പൊടിവാരി. അമ്മൂമ്മ, എനിക്കൊരു 500 രൂപ വേണം. അയ്യോ, ഇനി എന്തിനാ മക്കളെ നിനക്ക് 500 രൂപ? എനിക്ക് ന്യൂ ഇയറിന് പൊല്ലി പടക്കം വാങ്ങി പൊട്ടിക്കാൻ. മക്കളിക്ക് വന്നേ. എന്റെ പൊന്നുവനെ, അങ്ങനെ നമ്മൾ പടക്കം ഒന്നും മേടിച്ച് അയലത്തുകാരുടെ പറമ്പിലോട്ടൊന്നും എറിഞ്ഞ് പൊട്ടിക്കരുതേ. അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല മക്കളെ. ഞാൻ അയലത്തൊന്നും പൊട്ടിക്കൂല. പിന്നെ അമ്മൂമ്മേരെ റൂമിൽ കൊണ്ടിട്ട് പൊട്ടിക്കാം. അയ്യോ, ചെറുക്കൻ എന്നെ അൽഫാമാക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. എന്റെ ചെറുക്കൻ എന്തുവേടാ നീ ഇങ്ങനൊക്കെ തുടങ്ങുന്നത്? അമ്മൂമ്മ ഇന്ന് ട്യൂഷൻ ഇല്ലേ? ഇനിയിപ്പോ വയസ്സങ്കാലത്തിന്റെ ഊച്ചനും കൂടെ വിടാനാണോ? അമ്മൂമ്മക്കല്ല, ഇന്ന് ട്യൂഷൻ സാർ വരത്തില്ലേന്ന്. 10-26 ട്യൂഷൻ സാർ ഇവിടെ വന്നതാ. അവരെ എല്ലാരും എന്റെ പൊന്നുമോൻ പറപ്പിച്ച്. ഇനിയിപ്പോ വരുന്നത് മക്കളുടെ അച്ഛന്റെ കൂട്ടുകാരനാ വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അവനെ ഇവിടുന്ന് ഓടിച്ചു വിടല്ലേക്കളെ. പിന്നെ അത് തന്നെയല്ല, ഇന്ന് ആ ട്യൂഷൻ സാറിന്റെ ബർത്ത്ഡേയാ. അപ്പൊ നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞ എന്താന്നറിയാവോ? സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് മേടിക്കണമെന്ന്. അവൻ പറഞ്ഞേ ആരോടും ഇതൊന്നും പറയരുതെന്ന്. പിന്നെ അവൻ ആ ഗേറ്റിന്റെ വരുമ്പോ തന്നെ നമുക്ക് 2 പേർ കൂടെ മുറിയെ കയറിയിരുന്ന് ആ കേക്ക് അങ്ങ് കട്ട് ചെയ്ത് തിന്നണം. അങ്ങനെയല്ല, പിന്നെ സാർ വന്ന് കേക്ക് മുറിക്കണം. അപ്പോഴേ സാറിന് സർപ്രൈസ് ആവൂ. അല്ലപ്പോ അവനാണോ കേക്ക് മുറിക്കണ്ടേ? സാറിന്റെ അല്ലേ ബർത്ത്ഡേ? ഞാൻ വെച്ച് സുശീന്ദ്രൻ പറഞ്ഞത് അവൻ അറിയാതെ നമ്മൾ അങ്ങ് കേക്ക് തിന്നണമെന്നാ. അമ്മൂമ്മ ട്യൂഷന് പോയിട്ടില്ലേ? അമ്മൂമ്മ ട്യൂഷന് പോയിട്ടില്ലേന്നോ? പിന്നെ എന്റെ അപ്പൂപ്പൻ ആര്? അമ്മൂമ്മ ഒരിക്കലേ ട്യൂഷന് പോയിട്ടുള്ളൂ. ആ ആളെയും കൊണ്ട് അമ്മൂമ്മ ഇങ്ങ് പോന്ന്. പിന്നെ അപ്പൂപ്പ എങ്ങനെ മരിച്ചത്? ഒന്നും പറയണ്ടക്കളേ. അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പനും അപ്പൂപ്പൻ അമ്മൂമ്മയെ ഉള്ളായിരുന്നടാ. പക്ഷെ ഉണ്ടല്ലോ, അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പൻ വെച്ച ജീവനായിരുന്നേ. എന്ന് രാത്രി കിടക്കാൻ നേരം അമ്മൂമ്മ ഒരു ഗ്ലാസ് പാല് കാച്ചി അപ്പൂപ്പന് കൊടുക്കുമായിരുന്നു. അന്നും അമ്മൂമ്മ ഒരു ഗ്ലാസ് പാല് കാച്ചി അപ്പൂപ്പന് കൊടുത്തു. പക്ഷെ അത് പാലല്ലായിരുന്നടാ, റബ്ബറും പാലായിരുന്നടാ അമ്മൂമ്മ കൊടുത്തത്. അതങ്ങോട്ട് കുടിച്ചതുമല്ല, നിന്റെ അപ്പൂപ്പൻ ഈ ബോളി ആടുന്ന പോലെ കടന്നു ഇങ്ങനെ കടന്നങ്ങ് ചാടുവാടാ. ചാടി 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 അന്ന് നമുക്ക് ഓടിട്ട വരെയല്ലായിരുന്നോ? അപ്പൂപ്പൻ ഓടും പൊളിച്ചൊരൊറ്റ പോക്ക്. പിറ്റേന്ന് ടാർപ്പേൽ കസേരയും വന്നപ്പോഴേ അക്കളേ അപ്പൂപ്പൻ പോയത് അമ്മമ്മ അറിഞ്ഞത്. അമ്മൂമ്മ വിഷമിക്കണം, നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. ക്രിക്കറ്റ് എനിക്കതൊന്നും അറിയത്തില്ല. അമ്മൂമ്മ ഇതൊരു പന്ത്. അമ്മൂരയിൽ ബേറ്റിരിക്കാണ്. പന്ത് എടുത്ത് അമ്മൂനെ എറിയും. എറിഞ്ഞാണ്ടല്ലോ എന്റെ മേലം കാണുന്നുണ്ടോ ഞാൻ വെച്ച് കീറി ചേർക്കാൻ നിന്നെ. എന്നാ അമ്മമ്മ എറി, ഞാൻ അടിക്കാം. നീ എന്നെ അടിക്കോടാ? ഇല്ല. നീ എന്നെ അടിക്കോടാ? പിന്നെന്താ നീ പറഞ്ഞ നീ അടിക്കുമെന്ന്? ക്രിക്കറ്റിൽ അടിക്കാന്ന് പറഞ്ഞത്. വേണ്ട, കളി ഒന്നും വേണ്ട. അത് ട്യൂഷൻ സാറൊക്കെ വരാൻ സമയമായി. നീ ഒരു കാര്യം ചെയ്യ്, അകത്ത് വന്ന് പഠിക്കും. അല്ലെങ്കിൽ വേണ്ട, അമ്മൂമ്മയുടെ ചെടി നനയ്ക്കാൻ വാ. അല്ലെങ്കിൽ വാ, നമുക്ക് തുണി പെറുക്കാം. വാ, എന്തെങ്കിലും നീ ഒന്ന് ചെയ്യണം, അല്ലെങ്കിൽ നീ എന്നെ വെച്ചേക്കത്തില്ലതാ. വാ. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, കേട്ടോ നിന്റെ കാതിൽ ഒരു ഹുമേളനം. എക്സ്ക്യൂസ് മീ, വീട്ടുകാരെ ഇവിടെ ആരുമില്ലേ? ആരുമില്ല, പൊക്കോ. അയ്യോ, അങ്ങനെ പറഞ്ഞ പൊക്കത്തില്ലോ. എനിക്ക് പറഞ്ഞിട്ടേ പോകാനൊക്കത്തുള്ളൂ. വാങ്ങിട്ട് വന്ന് ചോദിക്കട്ടെ. മോളെ, അമ്മേനെ ഒന്ന് വിളിക്കുവോ? അയ്യോ, 10-21 വയസ്സുള്ള എന്നോടാണോടാ മോളെ എന്ന്?
സുശീന്ദ്രന്റെ എന്റെ കൂട്ടുകാരൻ സുശീന്ദ്രന്റെ അമ്മ തന്നെ. അത് തന്നെ. അമ്മയെ അനുഗ്രഹിക്കണം. കാല് വാരരുത്. അയ്യോ കാല് വാരിയതല്ല, എന്നെ അനുഗ്രഹിക്കാൻ പറഞ്ഞതാ. നിനക്ക് ദീർഘായുസ് ഉണ്ടാകട്ടെ മോനെ. ഇവിടെ നീ ഒരു ചെറുക്കനെ പഠിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ വന്നത്? ഇവിടെ 10-26 മാഷന്മാര് വന്നതാ. അവരെല്ലാം ഇവിടെ ജീവനം കൊണ്ട് ഓടിയടാ. അത് അവർക്ക് പഠിപ്പിക്കാൻ അറിയാത്തോണ്ടാ. ഞാൻ അങ്ങനെയല്ല, ബിരുദനാ. ഓടിയത് എങ്ങനെയൊക്കെയാന്നറിയാവോ? ചിലർക്ക് കയ്യില്ല, കാലില്ല, നഖമില്ല, അങ്ങനൊക്കെയാ അവർ ഓടിയത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാനിവിടെ പഠിപ്പിക്കാൻ വന്നത് ഡ്രാക്കുള കുഞ്ഞിനെ വല്ലതും ആണോ? അല്ല, ഡ്രാക്കുളയാണോ യക്ഷിയാണോ എന്ന് വൈകാതെ എനിക്ക് മനസ്സിലാവും. പിന്നെ സംഭാരം വല്ലതും ഉണ്ടോ? സംഭാരം ഉണ്ടാക്കളെ, എടുക്കട്ടെ. ചെറുക്കനെ ഇങ്ങോട്ട് വിളിക്ക്. മക്കളെ, മാഷ് വന്നേക്ക്, നോട്ട് വൈക്രുവേ. എന്നെ മനസ്സിലായോ? മനസ്സിലായി. ഞാൻ നിന്റെ ഗുരുവാണ്. പിന്നെ സംഭാരം കിട്ടിയില്ല. ഇപ്പൊ കൊണ്ടുതരാം, ഇച്ചിരി സംഭാരം ഞാൻ കൊണ്ടുതരാം കേട്ടോ. സാറിനെ തണുത്ത വെള്ളം എടുക്കട്ടെ. എടുത്തോണ്ട് വാ. ദൈവമേ, ഈ ചെറുക്കനെ കുറിച്ചാണോ ആ അമ്മ കിടന്നിട്ട് ആവശ്യമില്ലാത്ത പറഞ്ഞ അവൻ അങ്ങനെ കുരുത്തം കെട്ടവനാണ്, 26 പേരെ കൊന്നെന്ന്? അതെ അമ്മേ, എനിക്ക് സംഭാരം വേണ്ട. അമ്മമ്മയുടെ കൊച്ചുമോൻ എനിക്ക് വെള്ളം കൊണ്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വെള്ളം മതി, കൊണ്ടുപോവനെ. അമ്മച്ചി വെള്ളം കിട്ടി കേട്ടോ, ഞാൻ കുടിക്കുവാണേ. രാത്രി ഉറക്കമില്ലാത്ത എനിക്ക് കുറച്ച് സ്ലീപ്പിംഗ് പിൽസ് അവിടെ എടുത്ത് വെച്ചടാ, അത് കലക്കിക്കൊണ്ട് തന്നാടാ. വൃത്തികെട്ടവനെ, അപ്പൊ നീ എന്നെ ഉറക്കിക്കിടത്തി മയക്കിട്ട് പീസാക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ? അറിഞ്ഞില്ലേ? നീ ഉദ്ദേശിക്കുന്ന സാറല്ല ഞാൻ. എനിക്ക് കുറെ ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കാനുണ്ട് കേട്ടാ. നീ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നോ കണക്ക് മലയാളം മീഡിയം ആയിരുന്നു? അങ്ങനൊന്നും ഇല്ല. കഴിഞ്ഞ ദിവസം +2 ക്ലാസ്സിൽ കയറിയിട്ട് സാറ് ചെവിക്ക് പിടിച്ച് വെളിയിൽ കയറിയായിരുന്നു. അവൻ അങ്ങനൊന്നും ഇല്ല. പിന്നെ ചെവിക്ക് പിടിക്കുമല്ലേ വേണ്ടത്? മോനെ, മലയാളത്തിന് നീ എങ്ങനുണ്ട്? മലയാളം കേട്ടാ അറിയാം. അപ്പൊ എഴുതാനും വായിക്കാനും ഒന്നും അറിയത്തില്ല, കേട്ടാൽ അറിയാം അല്ലേ? മലയാളത്തിലൊരു ചോദ്യം നിന്നോട് ഞാൻ ചോദിക്കട്ടെ. അഭിജ്ഞാന ശാകുന്തളം എഴുതിയത് ആര്? നല്ല രസമുണ്ട്. ആ പിടുത്തം ഒന്നുകൂടെ ഒന്ന് പിടിക്കാവോ? എന്താ നമ്മള് കൊതുമ്പോളം പോത്തില്ലേ, അതുപോലെ ഒരു സാധനം സാറിന്റെ ഫ്രണ്ടില്. അഭിജ്ഞാന ശാകുന്തളം എഴുതിയത് ആര്? പെട്ടുപോയി മോനെ. എടാ, സുരേഷ് ഗോപി പോലെ ഇങ്ങനെ കളിക്കാനല്ല പറഞ്ഞത്. അഭിജ്ഞാന ശാകുന്തളം എഴുതിയത് ആര്? കുട്ടിയൊന്നും മിണ്ടുന്നില്ല മോനെ, ഒന്നുകൂടെ പറയാം, നീ ശ്രദ്ധിച്ച് കേട്ടണം കേട്ടോ. അഭിജ്ഞാന ശാകുന്തളം എഴുതിയത് ആര്? അമ്മേ, കുട്ടിയൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അമ്മേ, കുട്ടി കരയുന്നു. കളിക്കുന്നോടാ, നിന്റെ കൂട്ടുകാരും ഏതെങ്കിലും പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നീ പറയണം, അല്ലാതെ അവനോടാണ് മതി ചോദിക്കുന്നത്. ആരാണ് അത് എഴുതിയത്? കാളിദാസൻ. കാളിദാസനാണോ? നിനക്കപ്പ അറിയാം വ്യക്തമായിട്ട്. ഇനി മേലെ ഇത്തരം ചോദ്യം ചോദിച്ചിട്ട് വന്നേക്കരുത് കേട്ടോ. എനിക്ക് മനസ്സിലായടാ, 26 സാറന്മാർ എങ്ങനെയാ പോയെന്ന്. നിന്റെ ഈ വല്യമ്മത്തള്ളയില്ലേ, ഇവരെ ഓടിച്ചു വിട്ടതാ. പിന്നെ ഇപ്പം മലയാളത്തിന് ഓക്കെയാ നീ കേട്ടോ. എന്നറിയാവോ, നിന്റെ അമ്മൂമ്മ അല്ലെങ്കിൽ നിന്നെ പഠിപ്പിക്കും, അവര് നല്ല ഓക്കെയാണ്. പക്ഷെ നിന്നെ കണക്ക് നിനക്കറിയാവോ? എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. കണക്ക് അവനറിയാം. അറിയാവോ? കണക്ക് അവനറിയാം. ഉറപ്പാണോ? ഉറപ്പാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചോദിക്ക്. 5 എത്രടാ? 55. കറക്റ്റ് അല്ലേ? 5 കൂടെ ചേർന്ന 55 അല്ലേ? ആണോ? നല്ല ബെസ്റ്റ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇതെത്ര വിരലുണ്ട്? 10 വിരലെന്ന്. ഇത് നോക്കിക്കോട്ടെ, ശ്രദ്ധിച്ചോണേ. 10, 9, 8, 7, 6, 6, 5, 11 വിരലുണ്ട് കേട്ടോ. നമ്മൾ 10 വിരലല്ലേ ഉള്ളു. നിങ്ങൾക്ക് 55 പറയാമെങ്കിൽ എനിക്ക് 11 വിരലും പറയാം. പറഞ്ഞ മനസ്സിലായോ? 2 5 കൂടിയപ്പോ 55 പറഞ്ഞ വ്യക്തിയാ. ഇനിയേ വേറൊരു കാര്യം കൂടെ ചോദിക്കാം. മനക്കണക്കാണ് കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോണം. അതായത് ഞാൻ നിന്റെ അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും 50,000 രൂപ കടം മേടിച്ചു ഒരു മാസം മുമ്പേ. കഴിഞ്ഞ ആഴ്ച 5,000 രൂപ ഞാൻ നിന്റെ അമ്മൂമ്മയ്ക്ക് തിരിച്ചു കൊടുത്തു. ഇന്നലെ ഞാൻ വന്ന് 3,000 രൂപ നിന്റെ അമ്മൂമ്മയ്ക്ക് തിരിച്ചു കൊടുത്തു. ഇനി ബാലൻസ് എത്ര കൊടുക്കാനുണ്ട്? മനക്കണക്ക് കൂട്ടിക്കോ. ഒരു മിനിറ്റ്, ഈ കണക്കൊന്ന് കൂട്ടുന്നതിന് മുമ്പേ ഞാൻ ഒരാളെ ഒന്ന് വിളിച്ചു. എമ്പറേ, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 50,000 നഷ്ടപ്പെട്ട കേസ് ഞാൻ പറഞ്ഞായിരുന്നു. ആളിവിടെ വന്നിട്ടുണ്ടേ. നമ്മുടെ നാട്ടിലെ മെമ്പറിനെ കണക്കൊടിപ്പിക്കണമല്ലോ. ഹലോ, നമസ്കാരം സാർ. ഞാൻ ട്യൂഷൻ മാഷാണേ, സുജീന്ദ്രൻ്റെ കൂട്ടുകാരനാണ്. അപ്പം ഞാൻ ഒരു കണക്കെടുക്കിട്ട് കൊടുത്തു. അതായത് കഴിഞ്ഞ മാസം ഞാൻ ഈ സുശീന്ദ്രൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന്, അതായത് ഈ പയ്യൻ്റെ വെല്ലുമ്മയുടെ കയ്യിൽ നിന്ന് 50,000 രൂപ ഞാൻ മേടിച്ചു. കഴിഞ്ഞ ആഴ്ച ഞാൻ 5,000 രൂപ കൊടുത്തു. പിന്നെ ഇന്നലെ കൊണ്ടുവന്ന് ഞാനൊരു 3,000 കൊണ്ട് കൊടുത്തു. ബാലൻസ് ഞാൻ എത്ര കൊടുക്കാനുണ്ട്? ഞാൻ കൊടുക്കാം. 42,000 കറക്റ്റ് ഇല്ലയോ? ശരി. ഹലോ, അതെപ്പം കൊടുക്കാനായിട്ട്? മനക്കണക്കല്ലേ അത്?
ഇത് പിടിച്ചേ. വെച്ച് വെച്ച് എടുക്ക്. എപ്പ കൊണ്ടുവരും നീ? എന്തോന്ന്? ബാക്കി പൈസ നീ എപ്പ തരും? അയ്യോ ഇത് മനക്കണക്കല്ലേ? യഥാ നീ കഴിഞ്ഞ ആഴ്ച 50,000 രൂപ എന്റെ കയ്യിൽ നിന്ന് ഞാൻ ആർക്കാ കൊടുത്തേന്ന് എനിക്ക് ഈ ഓർമ്മക്കുറവുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ആർക്കാ കൊടുത്തേന്ന് ഒരു പിടിയില്ലായിരിക്കുമെന്ന് അപ്പഴാ നീ വന്ന് ചാടിയേ. ബാക്കി പൈസ ഇടും. എന്റെ കയ്യില് ഇപ്പൊ എനിക്കൊരു 120 രൂപയേ ഉള്ളൂ. 120 രൂപയോ? ബാക്കി പൈസ നീ എപ്പ തരും? ഞാൻ പിന്നെ ഒരു ദിവസം തരാം. തരാം. ബാക്കി 41 എത്രാണ്ട് ഇല്ലയോടാ മോനെ? അത് തന്നേ പറ്റത്തുള്ളൂ കേട്ടോ. കേട്ടോ മക്കളെ ബർത്ത്ഡേ ആഘോഷിച്ചാലോ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു. നിന്റെ ബർത്ത്ഡേ ആടാ ഇന്ന്. എന്റെയോ? എന്റെ ബർത്ത്ഡേയോ? ഓ ശരിയാ, ഇന്ന് എന്റെ പിറന്നാളാ. എന്റെ ജനനം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് എന്റെ ബർത്ത്ഡേ വേറൊരാൾ ഓർത്തിരിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. പിന്നെ സുശീന്ദ്രൻ പ്രത്യേകം വിളിച്ചു പറഞ്ഞു നിനക്കൊരു കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ കേക്ക് മേടിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. എനിക്ക് കേക്കോ? കേക്കുണ്ട്. എന്റെ ഭാര്യയുടെ വീട്ടുകാർ ചെയ്യുന്ന പോലെ തന്നെ. തുമ്പത്താളം പൂക്കുന്നേ അന്തിച്ചോ പിൻവാനത്ത് ഇതാ ചന്തം വാരി തൂന്നേ. പെട്ടെന്ന് തുറക്ക്. പിച്ചാത്തി എടുക്ക്. പിച്ചാത്തി ഉണ്ടോ? ഇല്ല കുഴപ്പമില്ല, ഞാൻ കടിച്ചു പൊട്ടിച്ചോളാം. എടുക്ക് മൊത്തം എടുക്ക്. കേക്ക് ഇവിടെ. കേക്ക് ഉണ്ടായിരുന്നു മക്കളെ. പിന്നെ എവിടെ പോയി? അല്ല സുശീന്ദ്രൻ എന്നോട് പ്രത്യേകം വിളിച്ച് പറഞ്ഞായിരുന്നു നിന്റെ പിറന്നാളാണ്, അപ്പൊ കേക്ക് മേടിച്ചു വെക്കണോന്ന് പറഞ്ഞു. കേക്ക് മോഷിച്ചത് ഞാൻ എടുത്തില്ല. നീ എടുത്തോ? അമ്മൂമ്മ എടുത്ത് ഒളിപ്പിച്ചു. ഷുഗർ പേഷ്യന്റ് ഞാൻ എടുത്തില്ല. നീയാണോ എടുത്തേ? ഞാൻ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ. എന്റെ പിറന്നാളിന് ഞാൻ എന്തിനാ മോട്ടിക്കുന്നേ? അല്ല സുശീന്ദ്രൻ എന്നോട് പറഞ്ഞായിരുന്നു കേക്ക് മേടിച്ചു വെക്കണോന്ന്. ഞാൻ മേടിച്ചു വെച്ചതുമായിരുന്നടാ. പിന്നെ പോയി? എന്റെ കട്ടിലിന്റെ അടി ചെറുക്കെ എടുക്കാതിരിക്കാൻ ഞാൻ കട്ടിലിന്റെ അടിയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നടാ. എപ്പോഴാ നിങ്ങളെ വിളിച്ചു പറഞ്ഞത്? 1 മാസം മുമ്പ്. അയ്യോ കോമഡി ഇത് ഐറ്റം വേറെ കഴിഞ്ഞു. ഇന്നത്തെ ഐറ്റങ്ങൾ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് റെസ്റ്റിനുള്ള സമയമാണ്. നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും. തൃശ്ശൂർ നിങ്ങൾ എൻജോയ് ചെയ്തോ? എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ഇതിൽ ഉഷാറായിട്ടൊരു എപ്പിസോഡായിട്ട് നമുക്ക് തിരിച്ചു വരാം എന്ന ശുഭപ്രതീക്ഷയോടും കൂടി ഞാൻ പോകുന്നു. ഓക്കെ, അടുത്ത ദിവസം മടങ്ങി വരാം. Okay, good. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.